ഹരി ഓം. എല്ലാ സജ്ജനങ്ങൾക്കും സസ്നേഹ പ്രണാമം. നമ്മളെ കൃഷ്ണമന്റെ ഭാഗവത ക്ലാസ് 2 മാസത്തെ ഇടവേളയ്ക്ക് ശേഷം ഇന്ന് വീണ്ടും പുനരാരംഭിക്കുകയാണ്. നമ്മളുടെ ക്ലാസ് നയിക്കുന്നത് ആചാര്യൻ ഡോക്ടർ പി വി വിശ്വനാഥൻ നമ്പൂതിരി സാറാണ്. ഇന്ന് നമ്മൾ ആരംഭിക്കുന്ന ഭാഗവത ക്ലാസ് ശ്രീമദ് ഭാഗവതം ചതുർത്ഥ സ്കന്ധം 15-ാം അധ്യായം ഇന്ന് ആരംഭിക്കുകയാണ്. എല്ലാവരെയും സ്നേഹപൂർവ്വം വീണ്ടും ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമസ്തേ സാർ. ഓഹോ പഹനാവതു പഹനഭൂഷണത്തു പഹവീര്യം കരവാവഹൈ തേജസ്വിനാവതീതനസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. യന്ത്രവ്രജന്തമപേതമപേതകൃത്യം ദ്വൈവായനോ വിദകാതരയജുഹാവ പ്രേതിതന്മയതയാതരവോ ദിനേദുസ്തം സർവഭൂതഹൃദയം സമാദരണീയരായ എല്ലാ പഠിതാക്കൾക്കും വിനീതമായ ഒരു ദീർഘകാലത്തെ ഇടവേളയ്ക്ക് ശേഷം തുടങ്ങുന്നു എന്നുള്ളത് ഒരു യാദൃച്ഛിക സംഭവമായി മാറിയിരിക്കുകയാണ്. 1 മാസത്തെ ഒരു ഇടവേള എന്ന് മാത്രമേ വിചാരിച്ചിരുന്നുള്ളൂ. പക്ഷെ അത് സാങ്കേതികമായ ചില തിരക്കുകൾ കാരണം 1.5 മാസം അവസാനം 2 മാസത്തേക്കായി പോയതാണ്. എല്ലാവരും അതിനോട് പൊരുത്തപ്പെട്ട് ക്ഷമിച്ച് തയ്യാറായത് വളരെ സന്തോഷം. പിന്നെ ഈ ഇടവേളയിൽ നിങ്ങൾക്ക് ഭാഗവതം കുറച്ചുകൂടി പഠിച്ചിട്ട് ഭാഗങ്ങളൊക്കെ നന്നായിട്ട് വായിക്കാൻ, അത് ഉൾക്കൊള്ളാനുള്ള ഒരു അവസരം കൂടിയായി. അധീതി മാത്രം പോരാ, ബോധ്യമാക്കണമല്ലോ. ബോധ്യമാക്കാൻ ഇടവേളകൾ ആവശ്യവുമാണ്. അതുകൊണ്ട് നീണ്ട ഇടവേള അങ്ങനെ എല്ലാവരും ഉപയോഗിച്ച് കാണും എന്ന് വിചാരിച്ചുകൊണ്ട് ഇന്നത്തെ ക്ലാസ്സിലേക്ക് പ്രവേശിക്കാം. ചതുർത്ഥ സ്കന്ധം 15-ാം അധ്യായത്തിലേക്കാണ് നമ്മൾ ഇന്ന് പ്രവേശിക്കുന്നത്. ഈ കഥാംശങ്ങൾ നിങ്ങൾക്കെല്ലാം ഓർമ്മയുണ്ടാകും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ധ്രുവന്റെ കഥ കഴിഞ്ഞിട്ട് ആ വംശത്തിൽ പിറന്ന വേനന്റെ കഥ പറഞ്ഞു. ആ വേനന്റെ അധർമാചരണം കൊണ്ട് ഋഷിമാർ ആ രാജാവിനെ വധിച്ചതും ആ മതശരീരം മഥനം ചെയ്തപ്പോൾ അതിൽ നിന്നും ഊരുവിൽ നിന്നും വിഷാദവംശം ഉണ്ടായുള്ള കഥ വരെയാണ് കഴിഞ്ഞ ക്ലാസ് പറഞ്ഞു വെച്ചത്. നമുക്ക് ബാക്കി വിഷയത്തിലോട്ട് കിടക്കാം. മൈത്രേയ ഉവാചാം അഥതസ്യ പുനർവിപ്രൈ അപുത്രസ്യ മഹീപതേ ബാഹുഭ്യം മധ്യമാനാഭ്യാം മിഥുനം സമപദ്യതാം. അഥ അനന്തരം തസ്യ അവന്റെ പുനഃ വിപ്രൈഹി അപുത്രസ്യ മഹീപതേ. പുനഃ വീണ്ടും വിപ്രൈഹി വിപ്രന്മാരാൽ അപുത്രസ്യ മഹീപതേ പുത്രനുണ്ടാകാതെ മരിച്ചുപോയ ആ രാജാവിന്റെ വേനന്റെ ബാഹുഭ്യാം 2 കൈകൾ കൊണ്ട് മധ്യമാനാഭ്യാം മഥനം ചെയ്തപ്പോൾ മിഥുനം സമപദ്യത. 2 കൈകളിൽ നിന്നും മഥനം ചെയ്തപ്പോൾ മിഥുനം അപദ്യത, മിഥുനം ഉണ്ടായി, സമപദ്യത ഉണ്ടായി. മിഥുനം എന്ന് വെച്ചാൽ ഒരു സ്ത്രീയും ഒരു പുരുഷൻ. അപ്പം വിപ്രൈഹി തസ്യ മഹീപതേഹി അപുത്രസ്യ മഹീപതേഹി ബാഹുഭ്യം മധ്യമാനാഭ്യം മിഥുനം സമപദ്യത. ആ ബ്രാഹ്മണരെ വീണ്ടും കടകോലുകൊണ്ട് അരണിക്കോല് കടയുന്നത് പോലെ തന്നെ ഇവിടെ പുത്രന്മാരുണ്ടാവാതെ കണ്ട് ഇവിടം വിട്ടുപോയവനായ വേനന്റെ 2 കൈകളിൽ നിന്നും 2 കൈകൾ മഥനം ചെയ്തപ്പോൾ അതിൽ നിന്നും ഒരു മിഥുനം, ഒരു സ്ത്രീയും ഒരു പുരുഷനും ഉണ്ടായി എന്ന് ഇനി അങ്ങോട്ട് പറയാൻ പോകുന്ന കഥയ്ക്ക് ഒരു ആമുഖം പറഞ്ഞു വെച്ചതാണ്. അഥ അപുത്രസ്യ മഹീപതേഹി തസ്യാം പുനഃ വിപ്രൈഹി മധ്യമാനാഭ്യാം ബാഹുഭ്യാം
മിഥുനം സംവദ്യത അഥതസ്യ പുനർവിപ്രൈരപുത്രസ്യ മഹീപതേ ബാഹുഭ്യം മധ്യമാനാഭ്യം മിഥുനം സമപദ്യതാം അഥതസ്യ പുനർവിപ്രൈരപുത്രസ്യ മഹീപതേ ബാഹുഭ്യം മധ്യമാനാഭ്യം മിഥുനം സമപദ്യതാം തദ്ദൃഷ്ട്വാ മിഥുനം ജാതം ഋഷയോ ബ്രഹ്മവാദിന ഊജു പരമസന്തുഷ്ടാ വിദിത്വാ ഭഗവത്കലാം. തദ്ദൃഷ്ട്വാ അത് കണ്ടിട്ട്, തത് മിഥുനം ദൃഷ്ട്വാ ആ സ്ത്രീ പുരുഷന്മാരെ കണ്ടിട്ട്, ജാതം ഉണ്ടായ, ജാതം മിഥുനം തദ്ദൃഷ്ട്വാ ഉണ്ടായ ആ മിഥുനത്തെ കണ്ടിട്ട്, ബ്രഹ്മവാദിന ഋഷയ ബ്രഹ്മവാദികളായ ഋഷിമാർ ഊജുഹു പറഞ്ഞു, പരമസന്തുഷ്ടാഹ പരമസന്തുഷ്ടന്മാരായിട്ട്, ഭഗവത് കലാം വിദിത്വ ഭഗവാന്റെ കലയെ നന്നായി അറിഞ്ഞിട്ട് അവർ പരമസന്തോഷത്തോടെ ഋഷിമാർ ഇങ്ങനെ പറഞ്ഞു. ഭഗവാന്റെ മാഹാത്മ്യം ശരിക്കും അറിയാവുന്നവരാണ് ഋഷിമാർ. അവര് അപ്പോൾ ജനിച്ച സ്ത്രീ പുരുഷന്മാരായ രണ്ട് സന്താനങ്ങളെ കണ്ടിട്ട്, ഇവർ രണ്ടുപേരും ഭഗവാന്റെ അംശമാണ്, ഭഗവത് കലാം, ഭഗവാന്റെ അംശത്തിൽ നിന്ന് മാത്രമേ ഇങ്ങനെയുള്ള കൈകൾ കടയുമ്പോൾ കയ്യിൽ നിന്നും, അപ്പം അരണിക്കോല് കടയുമ്പോൾ എങ്ങനെ അഗ്നി ഉണ്ടാകുമോ അതേപോലെയാണ് രണ്ട് കൈകൾ കടഞ്ഞപ്പോൾ അതിൽ നിന്നും ഉണ്ടായത് രണ്ട് മിഥുനങ്ങളാണ്. ഇതുണ്ടാവാറില്ല, സംഭവിക്കാറില്ല, ആദ്യത്തെ ഒരു സംഭവമാണ്. അതിന് കാരണം ഭഗവാന്റെ കലകൾ തന്നെയാണ് ഈ രണ്ട് പുരുഷന്മാർ, സ്ത്രീയും പുരുഷനുമായിട്ട് ജനിച്ചത് എന്ന് ഭഗവത് കലാം എന്ന് വിദിത്വ അറിഞ്ഞിട്ട് പരമസന്തുഷ്ടാഹ ഏറ്റവും സന്തോഷിച്ചവരായിട്ട് ഊചുഹു പറഞ്ഞു. തദ്ദൃഷ്ട്വാ മിഥുനം ജാതം ഋഷയോ ബ്രഹ്മവാദിന ഓജു പരമസന്തുഷ്ട വിദിത്വാ ഭഗവത് കലാം. ബ്രഹ്മവാദിനഃ ഋഷയഃ ജാതം തത് മിഥുനം ദൃഷ്ട്വാ ഭഗവത് കലാം വിദിത്വാ പരമസന്തുഷ്ടാഹ ഊചു. തദ്ദൃഷ്ട്വാ മിഥുനം ജാതം ഋഷയോ ബ്രഹ്മവാദിന ഊജു പരമസന്തുഷ്ട വിദിത്വാ ഭഗവത് കലാം. തദ്ദൃഷ്ട്വാ മിഥുനം ജാതം ഋഷയോ ബ്രഹ്മവാദിന ഊജു പരമസന്തുഷ്ട വിദിത്വാ ഭഗവത് കലാം. ഋഷയ ഊചുഹു ഋഷിമാർ പറഞ്ഞു, ഏഷ വിഷ്ണോർഭഗവത കലാ ഭുവനപാലിനി ഇയം ജലക്ഷ്മ്യാഹ സംഭൂതി പുരുഷസ്യ അനപായിനി. ഏഷ ഇവൻ വിഷ്ണുഹു ഭഗവതഃ ഭഗവാനായ വിഷ്ണുവിന്റെ കല, വിഷ്ണുവിന്റെ അംശം തന്നെയാണ്. ഭുവനപാലിനി ഇയം ച ലക്ഷ്മ്യാഹ സംഭൂതി ലോകത്തെ രക്ഷിക്കുന്ന ഭുവനപാലിനിയായ ഇയം ച ഇവളും ലക്ഷ്മ്യാഹ സംഭൂതി ലക്ഷ്മിയിൽ നിന്നും ഉണ്ടായവളാണ്. പുരുഷസ്യ അനപായിനി പുരുഷനോട് വേർപിരിഞ്ഞിരിക്കില്ല. അപായം എന്ന് വെച്ചാൽ വേർപിരിഞ്ഞു പോവുക എന്നർത്ഥം. നമ്മൾ ഈ വൈക്കോൽ ട്രാൻസ്ഫോമർ എഴുതി വെച്ച് കാണാറുണ്ട് അപായം എന്ന് വെച്ചാൽ ഇതിൽ തൊട്ടാൽ ജീവൻ ശരീരം പിരിഞ്ഞ് വേർപിരിഞ്ഞു പോകും എന്നർത്ഥം. അനപായി എന്ന് വെച്ചാൽ വേർപിരിഞ്ഞു പോകാത്ത, അനപായിനി സ്ത്രീലിംഗമാണ്, വേർപിരിഞ്ഞു പോകാത്തവൾ. വിഷ്ണുവിൽ നിന്നും വേർപിരിഞ്ഞു പോകാത്തവളായ അനപായനി ലക്ഷ്മിയാഹ സംഭൂതി. വിഷ്ണുവിൽ നിന്നും വേർപിരിഞ്ഞു പോകാത്ത ലക്ഷ്മി ദേവി തന്നെയാണ് ഈ സ്ത്രീയായിട്ട്. ലക്ഷ്മി ദേവിയുടെ കലയാണ്, അംശമാണ്, സാക്ഷാൽ മഹാവിഷ്ണുവിന്റെ അംശമാണ് പുരുഷനായിട്ട് ജനിച്ചത് എന്ന് ഋഷിമാർ പരസ്പരം പറഞ്ഞു. ഏഷ വിഷ്ണോർ ഭഗവത കലാ ഭുവനപാലിനി ഇയം ജ ലക്ഷ്മ്യാ സംഭൂതി പുരുഷസ്യ അനപായിനി. ഏഷ ഭഗവതഃ വിഷ്ണോഃ ഭുവനപാലിനി കലാഃ ഇയം ച പുരുഷസ്യ അനപായിനി ലക്ഷ്മ്യാഃ സംഭൂതി. ഏഷ വിഷ്ണോർഭഗവത കലാ ഭുവനപാലിനി ഇയം ജ ലക്ഷ്മ്യാ സംഭൂതി പുരുഷസ്യ അനപായിനി. പുരുഷസ്യ അനപായിനി കുറിച്ച് പുരുഷസ്യ അനപായിനി. അയം തു പ്രഥമോ രാജ്ഞാം ഉമാൻ പ്രഥയിതായശ പഥുർനാമ മഹാരാജോ ഭവിഷ്യതി പൃഥുസ്രവാഹ. അയം തു ഇവനാകട്ടെ
പ്രഥമ, ആദ്യമുണ്ടായവൻ, ഒന്നാമനാണ്. പ്രഥമൻ ഒന്നാമത്തേത്. രാജ്ഞാം, രാജാക്കന്മാരുടെ കൂട്ടത്തിൽ വെച്ച് ഒന്നാമത്തവനാണ്. രാജ്ഞാം പ്രഥമ. ദ പുമാൻ, ഈ പുരുഷനാകട്ടെ പ്രഥയിത യശഃ, യശസ്സിനെ കീർത്തിക്കുന്നവനാണ്. പ്രഥയിത, പ്രഥ എന്ന് വെച്ചാൽ കീർത്തി എന്നർത്ഥം. പ്രഥയിത, കീർത്തിക്കുന്നവൻ. യശപ്രഥയിത, യശസ്സിനെ കീർത്തിക്കുന്നവന്. ഈ പുരുഷൻ ഏറ്റവും കീർത്തിമാനായിട്ട് ലോകത്തിൽ ജീവിക്കും. അതുകൊണ്ട് ഇവന് പേര് കൊടുക്കുകയാണ് പൃഥുഹു നാമ മഹാരാജോ ഭവിഷ്യത്. പൃഥു എന്നു പേരുള്ള മഹാരാജാവായിട്ട് ഭവിക്കുക തന്നെ ചെയ്യും. പ്രഥയിത, യശസ്സിനെ, കീർത്തിയെ ലോകമെമ്പാടും വ്യാപരിക്കുന്നത് കൊണ്ട് ഇവന് പൃഥു എന്ന് പേര് കൊടുക്കട്ടെ. പൃഥുഹു നാമ മഹാരാജോ ഭവിഷ്യതി, മഹാരാജാവായിട്ട് തീരും. പൃഥുസ്രവാഹ, വലിയ കീർത്തിയുള്ളവൻ. പൃഥുവായ സ്രവസ്സോട് കൂടിയവൻ. പൃഥു എന്ന് വെച്ചാൽ വലിയ, സ്രവസ് കീർത്തി, വലിയ കീർത്തിയോട് കൂടിയവൻ പൃഥുസ്രവാഹ. രാജാക്കന്മാരിൽ ഒന്നാമനായി ഇദ്ദേഹം ഏറ്റവും കീർത്തിയുള്ള മഹാരാജാവായിട്ട് തന്നെ തീരും. ലോകത്തിൽ അതുകൊണ്ട് പ്രസിദ്ധി നേടുകയും ചെയ്യും എന്ന് ഋഷിമാർ പരസ്പരം ഈ ഭഗവാന്റെ കല കൊണ്ട് അംശമായി അവതരിച്ച ആ പുരുഷരൂപത്തെ കണ്ടിട്ട് ഇങ്ങനെ പറഞ്ഞു. അയന്തു പ്രഥമോ രാജ്ഞാംബുമാൻ പ്രഥയിതായശാം പൃഥുർനാമ മഹാരാജു ഭവിഷ്യതി പൃഥുസ്രവാഹ. അയം പുമാൻ തു രാജ്ഞാം പ്രഥമഃ പൃഥുസ്രവാഹ പൃഥുഃ നാമ മഹാരാജഃ ഭവിഷ്യതി യശഃ പ്രഥയിത ച. അയന്തു പ്രഥമോ രാജ്ഞാം പുമാൻ പ്രഥയിതായശ പൃഥുർനാമ മഹാരാജോ ഭവിഷ്യതി പൃഥുസ്രവാഹ. അയന്തു പ്രഥമോ രാജ്ഞാം പുമാൻ പ്രഥയിതായശ പൃഥുർനാമ മഹാരാജോ ഭവിഷ്യതി പൃഥുസ്രവാഹ. ഇയം ച ഫുദതി ദേവീ ഗുണഭൂഷണ അർച്ചിർനാമ വരാരോഹ പൃഥുമേവ അവരുന്ധതി. ഇയം ച, ഇവളും, ഫുദതി എന്ന് വെച്ചാൽ സുന്ദരി എന്നർത്ഥം. ഈ സുന്ദരിയും ആയ ദേവി ഗുണഭൂഷണ, ഗുണങ്ങൾക്ക് ഭൂഷണമായ ആഭരണങ്ങൾ, അലങ്കാരങ്ങൾ ധരിച്ചവളാണ്. ഗുണഭൂഷണങ്ങൾക്ക് ഭൂഷണയാണ്. സദ്ഗുണങ്ങളാകുന്ന അലങ്കാരങ്ങൾക്ക് അലങ്കാരമായിരിക്കുന്നവളാണ് സുന്ദരിയായ ഇവൾ. ഇയം ച ഫുദതി ദേവി ഭൂഷണ അർച്ചിഹി നാമ. ഇവൾക്ക് അർച്ചിഫ് എന്നൊരു പേരുണ്ട്. വരാരോഹ എന്ന് ഉത്തമമായ പേരോട് കൂടിയവൾ, വരമായ ആരോഹത്തോടു കൂടിയവളായ ഇവൾക്ക് അർച്ചിഫ്, ലോകത്താൽ എക്കാലവും അർച്ചിക്കപ്പെടുന്നവളാണ് ഇവൾ. പൃഥുവിന് കീർത്തിയുണ്ടാകും. ഇവളുടെ പേര് ലോകത്തിൽ എല്ലാവരും അർച്ചിക്കപ്പെടുന്നതാണ്. പൃഥുമേവ അവരുന്ധതി, പൃഥുവിനെ തന്നെ പിന്തുടരുന്നവളാണ്. പൃഥുവിൽ നിന്നും മാറിപ്പോവില്ല. പൃഥുമേവ അവരുന്ധതി, പൃഥുവിനെ തന്നെ പിന്തുടരുന്നവളാണ് ഇവൾ. ഇയം ജഫുദതി ദേവി ഗുണഭൂഷണ അർച്ചിർനാമ വരാരോഹ പൃഥുമേവ അവരുന്ധതി. ഇയം ഫുദതി ദേവി ച ഗുണഭൂഷണ വരാരോഹ അർച്ചിഹി നാമ പൃഥും ഏവ അവരുന്ധതി. ഇയം ച ഫുദതി ദേവി ഗുണഭൂഷണ അർച്ചിർനാമ വരാരോഹ പൃഥുമേവ അവരുന്ധതി.
ഇയം ച ഫുദതി ദേവി ഗുണഭൂഷണഭൂഷണ വർച്ചിർനാമവരാരോഹ തസ്മേവാവരുന്ധതി കേശഭാക്ഷാദ്ധരേരംശോ ജാതോ ലോകരിരക്ഷയാം ഇയം ച തൽപരാഹി ശ്രീः അനുജജ്ഞേയനപായിനി ഏഷഃ ഇവൻ ഈ പൃഥു സാക്ഷാത് ഹരേഹി അംശോ ജാതഃ സാക്ഷാത്തായ ഭഗവാന്റെ അംശമായി ജനിച്ചവനാണ്. സാക്ഷാത് ഹരേഹി അംശോ ജാത, സാക്ഷാത് ഹരേരംശോ ജാത, ഹരിയുടെ അംശമായി ജനിച്ചവനാണ് ഈ പൃഥു. എന്തിനാണ് ഇപ്പൊ ഇങ്ങനെ ഒരു അംശാവതാരം? ലോകരിരക്ഷയാം, ലോകത്തെ രക്ഷിക്കാൻ ആഗ്രഹിച്ചുകൊണ്ടാണ്. ലോകം നാശോന്മുഖമാകുന്നത് എപ്പോഴാണോ അപ്പോഴാണല്ലോ അവതാരം വരിക. ധർമ്മം നശിക്കുകയും അല്ല ഇതാണ് അധർമ്മം പുനരുജ്ജീവിക്കുകയും ചെയ്യുമ്പോൾ അവതരിക്കും എന്ന് ഭഗവാന്റെ പ്രതിജ്ഞയും നമുക്ക് ഉറപ്പാണ്. അതുകൊണ്ട് ലോകരിരക്ഷയാണ്. രക്ഷിക്കാനുള്ള ആഗ്രഹമാണ്. ലോകത്തെ രക്ഷിക്കാനുള്ള ആഗ്രഹത്തോടെ ഇയം ച ഇവളും തത്പരാഹി, ഇവളും ആ ഹരിയിൽ തൽപരയാണ്, ആ ഭഗവാനിൽ താല്പര്യമുള്ളവർ. ഇയം ച തത്പരാഹി ശ്രീഹി ലക്ഷ്മി അനുജജ്ഞേ, ശ്രീഹി അനുജജ്ഞേ, ശ്രീരനുജജ്ഞേ, അനുജജ്ഞേ കൂടെ ജനിച്ചു ഇവളും, അനുസരിച്ച് ജനിച്ചു ഇവളും, അനപായിനി വിട്ടുപോകാത്തവളായി. ജജ്ഞേ അനപായിനി, ജജ്ഞേനപായിനി. ഇയം ച തത്പരാഹി ശ്രീഹി അനുജജ്ഞേനപായിനി, അനുജജ്ഞേനപായിനി എന്നെടുത്ത് വായിക്കണം. ഏഷഃ ലോകരിരക്ഷയാം സാക്ഷാത് ഹരേഃ അംശഃ ജാതഃ. ഇയം ച തത്പരാ ശ്രീഃ അനപായിനി അനുജജ്ഞേ ഹി. ഏഷ സാക്ഷാദ്ധരേരംശോ ജാതോ ലോകരിരക്ഷയാം. ഇയം ച തത്പരാ ഹി ശ്രീഃ അനുജജ്ഞേനപായിനി. ഏഷ സാക്ഷാദ്ധരേരംശോ ജാതോ ലോകരിരക്ഷയാം. ഇയം ച തത്പരാ ഹി ശ്രീഃ അനുജജ്ഞേനപായിനി. പ്രശംസന്തി സ്മതം വിപ്രാഹ ഗന്ധർവപ്രവരാജഗോ മുമുജു സുമനോധാരാ സിദ്ധാ നൃത്യന്തി സ്വസ്ത്രിയ. പ്രശംസന്തി സ്മതം വിപ്രാഹ, തം അവനെ കണ്ടിട്ട്, വിപ്രാഹ ബ്രാഹ്മണർ, പ്രശംസന്തി പ്രശംസിച്ചു, ഹരിയുടെ അംശം തന്നെയാണ് എന്ന് സന്തോഷത്തോടെ പ്രശംസിച്ചു. ഗന്ധർവപ്രവര ജഗു, ഗന്ധർവശ്രേഷ്ഠന്മാർ, പ്രവരം ച ശ്രേഷ്ഠം, ഗന്ധർവപ്രവരാഹ ഗന്ധർവശ്രേഷ്ഠന്മാർ, ജഗുഹും ച പാടി, ജഗുഹു പാടി, ഗന്ധർവന്മാർ പാടി, വിപ്രന്മാർ വേദമന്ത്രങ്ങളെ കൊണ്ട് സ്തുതിച്ചു പ്രശംസിച്ചു. മുമുചുഹു സുമനോധാരാഹ, മുമുചുഹു മോചിപ്പിച്ചു. സുമന, സുമന എന്ന വാക്കിന്റെ അർത്ഥം നല്ല മനസ്സെന്നല്ല, പുഷ്പം എന്നാണ്. സുമന എന്നുവെച്ചാൽ പുഷ്പം എന്നർത്ഥം. നമുക്ക് വാക്കിന്റെ അർത്ഥം വരുമ്പോൾ സുമന നല്ല മനസ്സ് എന്നൊക്കെ പറയാം. പക്ഷെ ഒറ്റ വാക്കിൽ അതിന് പുഷ്പം എന്നർത്ഥമുണ്ട്. ധാരാഹ പൊഴിക്കുക, മഴ പോലെ പൊഴിക്കുക. സുമനോധാരാഹ പുഷ്പവർഷം എന്നുള്ള വാക്കിന്റെ അർത്ഥം. സുമനോധാരാഹ മുമുചുഹു പുഷ്പവർഷത്തെ പൊഴിച്ചു. സിദ്ധാഹ സിദ്ധന്മാർ. നൃത്യന്തി സ്വസ്ത്രീയ സ്വസ്ത്രീകളായ അപ്സരസുകൾ നൃത്യന്തി നൃത്തം ചെയ്തു. സ്വർഗസ്ത്രീകളായ അപ്സരസ് ഉർവശ്യാദികൾ നൃത്തവും ചെയ്തു. ഭഗവാന്റെ ഈ അംശാവതാരത്തെ കണ്ടിട്ട് ഇതിന് മാഹാത്മ്യം മനസ്സിലായിട്ട് വിപ്രന്മാർ സ്തുതിച്ചു, ഗന്ധർവന്മാർ പാടി, സിദ്ധന്മാർ പുഷ്പവൃഷ്ടി ചെയ്തു, അപ്സരസാദികളായ സ്വസ്ത്രീകൾ നൃത്തം ചെയ്തു. പ്രശംസന്തി സ്മതം വിപ്രാ ഗന്ധർവപ്രവരാജകു
മുമുജുഫുമനോധാരാ സിദ്ധാ നൃത്യന്തി സ്വസ്ത്രിയാം വിപ്രാഹത്തം പ്രശംസന്തി സ്മ ഗന്ധർവപ്രവരാഹ ജഗുഃ സിദ്ധാഃ സുമനോധാരാः മുമുജുഃ സ്വസ്ത്രിയः നൃത്യന്തി സ്മ പ്രശംസന്തി സ്മതം വിപ്രാ ഗന്ധർവപ്രവരാ ജഗുഃ മുമുജുഃ സുമനോധാരാः സിദ്ധാഃ നൃത്യന്തി സ്വസ്ത്രിയാം പ്രശംസന്തി സ്മതം വിപ്രാ ഗന്ധർവപ്രവരാ ജഗുഃ മുമുജുഃ സുമനോധാരാ സിദ്ധാ നൃത്യന്തി സ്വസ്ത്രിയാം ശംഖദൂര്യമൃദംഗാദ്യാം നേതുർദുന്ദുഭയോ ദിവി തത്ര സർവ ഉപാജഗ്മുർദേവർഷി പിതॄണാം ഗണാഃ. ശംഖ തൂര്യ മൃദംഗ ആദികളായ വാദ്യങ്ങൾ ദിവി ആകാശത്തിൽ നേതുഹു മതിപ്പിച്ചു ശബ്ദമുണ്ടാക്കി മുഴക്കി. ദുന്ദുഭികളും ഇവിടെ സ്വർഗലോകത്ത് ശംഖശബ്ദങ്ങളുണ്ടായി, തൂര്യശബ്ദങ്ങളുണ്ടായി, മൃദംഗ ശബ്ദങ്ങളുണ്ടായി, ദുന്ദുഭികളുടെ ശബ്ദവും കേൾക്കാറായി. ഒക്കെ വാദ്യവിശേഷങ്ങളാണ്. തത്ര അവിടെ സർവ ഉപാജഗ്മുഹു എല്ലാവരും എത്തിച്ചേർന്നു. ദേവ ഋഷി പിതॄണാം ഗണാഹ ദേവന്മാര്, ഋഷിമാർ, പിതൃക്കൾ ഇവരും അവയുടെ സംഘങ്ങളും എത്തിച്ചേർന്നു. ദേവന്മാര് സംഘങ്ങളാണ്, ഋഷിമാർ സംഘങ്ങളാണ്, പിതൃക്കൾ സംഘങ്ങളാണ്. അതുകൊണ്ട് അവർ മാത്രമല്ല, അവരുടെ പേര് പറയുമ്പോൾ ഗണശബ്ദം കൊണ്ട് ചേർത്തേ പറയുള്ളൂ. സന്ധ്യാവന്തന സമയത്ത് പിതൃക്കൾക്കും ദേവന്മാർക്കും ഋഷിമാർക്കും തർപ്പിക്കുമ്പോൾ ദേവാൻ തർപ്പയാമി, ദേവഗണാൻ തർപ്പയാമി എന്ന് രണ്ടായിട്ട് തന്നെ തർപ്പിക്കും. ദേവന്മാർക്ക് മൊത്തവും ഗണങ്ങളായി വരുന്ന ദേവന്മാർക്കും. അതുപോലെയാണ് ഋഷിമാർ ഒറ്റയ്ക്കും ഗണങ്ങളായി വരുന്നത്. പിതൃക്കളും അങ്ങനെയാണ്. അതുകൊണ്ട് ശംഖതൂര്യ മൃദംഗാദ്യാഹ നേതുർദുന്ദുഭയോ ദിവി തത്ര സർവ ഉപാജഗ്മുഹു ദേവർഷി പിതॄണാം ഗണാഹ ദേവർഷി പിതൃഗണങ്ങളൊക്കെയും അവിടേക്ക് എത്തിച്ചേർന്നു. ദിവി ശംഖതൂര്യ മൃദംഗാദ്യാഹ ദുന്ദുഭയോ നേതുഃ തത്ര സർവേ ദേവർഷി പിതൃഗണാഃ ഉപജഗ്മു. ശംഖതൂര്യ മൃദംഗാദ്യാ നേതുർദുന്ദുഭയോ ദിവി തത്ര സർവ ഉപാജഗ്മുർദേവർഷി പിതॄണാം ഗണാഃ. ശംഖതൂര്യ മൃദംഗാദ്യാ നേതുർദുന്ദുഭയോ ദിവി തത്ര സർവ ഉപാജഗ്മുർദേവർഷി പിതॄണാം ഗണാഃ. ബ്രഹ്മാ ജഗദ്ഗുരുർദൈവ സഹാഫൃത്യ സുരേശ്വരൈ വൈന്യസ്യ ദക്ഷിണേ ഹസ്തേ ദൃഷ്ട്വാ ചിന്നം ഗദാഭൃത പാദയോരരവിന്ദം ജാതം വൈ മേനേ ഹരേ കലാം യസ്യ അപ്രതിഹതം ചക്രമംശസ്വ പരമേഷ്ഠിനാം തസ്യ അഭിഷേകാരബ്ധോ ബ്രാഹ്മണർബ്രഹ്മവാദിഭിः ആഭിഷേചനീയാഹന്യസ്മാൻ ആജഹ്രു സർവതോ ജനാഃ. ബ്രഹ്മ ജഗദ്ഗുരു ദേവൈഃ സഹാഫൃത്യ എത്തിയിട്ട്, സഹാഫൃത്യ ഒപ്പം എത്തിയിട്ട് ജഗദ്ഗുരു ബ്രഹ്മ, ജഗദ്ഗുരുവായ ബ്രഹ്മാവ് ദേവൈഃ സഹ ദേവന്മാരോടൊപ്പം ആഫൃത്യ എത്തിയിട്ട് സുരേശ്വരൈഃ സുരേശ്വരന്മാരാൽ ദേവേശ്വരന്മാരാൽ വൈന്യസ്യ വേനന്റെ ദക്ഷിണേ ഹസ്തേ വലത് കൈയിലെ ഗദാഭൃത ചിഹ്നം ദൃഷ്ട്വ. ഗദാഭൃത്ത് മഹാവിഷ്ണുവാണ്. ഗദാഭൃത മഹാവിഷ്ണുവിന്റെ ചിഹ്നം, അടയാളം ദൃഷ്ട്വ കണ്ടിട്ട് ബ്രഹ്മാവ്, ജഗദ്ഗുരുവായ ബ്രഹ്മാവ്
ദേവന്മാരോടൊപ്പം ഇവിടെ എത്തിയപ്പോഴാണ് വേനന്റെ വലത്തെ കൈ കണ്ടിട്ട് ആ കയ്യിൽ ഭഗവാന്റെ ചിഹ്നം ഉണ്ട്, അടയാളമുണ്ട്. കൈയുടെ മധ്യഭാഗത്തേക്ക് നോക്കുമ്പോൾ ഒത്തിരി വരകളും ഒത്തിരി വഴികളും കാണാം. അതിൻ്റെ ഇടയ്ക്ക് ചില ചിഹ്നങ്ങളുണ്ടാകും. അതിൽ ഭഗവാന്റെ കയ്യിലെ ചിഹ്നം പത്മമാണ്, താമരയാണ്. അതുകൊണ്ട് ഗദാപൃത ചിഹ്നം ഹസ്തേ ദൃഷ്ടുവ, വിഷ്ണുവിന്റെ ചിഹ്നം അടയാളം കയ്യിൽ കണ്ടിട്ട് പാദയോഹു അരവിന്ദഞ്ച, പാദങ്ങളിൽ താമരയെയും കണ്ടിട്ട് തം വൈ, അവൻ തന്നെ എന്ന് മേനെ വിചാരിച്ചു, ഹരേ കലാം, ഹരിയുടെ അംശമാണ് എന്ന് തന്നെ വിചാരിച്ചു. ഹരേ കലാം മേനെ വൈ, ഹരിയുടെ കലയായി മേനെ വിചാരിച്ചു, വൈ തീർച്ച. യഫ്യ അപ്രതിഹതം ചക്രം അംശഫ പരമേഷ്ഠിന, യഫ്യ യാതൊരുവന്റെ അപ്രതിഹതമായ, തടയാനാവാത്ത, ഒരു തടസ്സവുമില്ലാതെ എത്തുന്ന അപ്രതിഹതം ചക്രം, സുദർശന ചക്രത്തെ, അംശഫ പരമേഷ്ഠിന, അത് പരമേഷ്ഠിയുടെ അംശമാണ്. പരമേഷ്ഠിയായ ഭഗവാന്റെ ഒരു അംശം തന്നെയാണ്. ഹരിയുടെ കലയാണെന്ന് വിചാരിച്ചെന്ന് മാത്രമല്ല, ഒരു തടസ്സവുമില്ലാത്ത ഈ ചക്രം എവിടെയും കയറി ചെല്ലാൻ പറ്റുന്നതാണ്. അപ്രതിഹതം ചക്രം പരമേഷ്ഠിന അംശ, കയ്യിൽ നിന്ന് വിട്ടുപോകാത്ത ഒരടയാളമാണ്, അംശമാണ്. തസ്യ അഭിഷേക ആരബ്ധോ, അവന് അഭിഷേകം ആരംഭിച്ചു. ബ്രാഹ്മണേർ ബ്രഹ്മവാദിഭി, ബ്രഹ്മവാദികൾ മന്ത്രം പറയുന്നവർ. ബ്രഹ്മത്തെ മന്ത്രം എന്നർത്ഥം, വാദി പറയുന്നവൻ, വദിക്കുന്നവൻ. ബ്രഹ്മവാദിഭി എന്ന് വെച്ചാൽ മന്ത്രങ്ങൾ ഉച്ചരിച്ചു കൊണ്ടിരിക്കുന്നവരായ ബ്രാഹ്മണേഹി, ബ്രാഹ്മണരാൽ. ആഭിഷേചനികാനി, അഭിഷേകത്തിന്റെ വസ്തുക്കൾ, അതാണ് ആഭിഷേചനീയകങ്ങൾ. അഭിഷേകത്തിന് ഉപയോഗിക്കുന്ന വെള്ളം, പാല്, കരിക്ക്, തേന് എന്നിങ്ങനെ ആഭിഷേചനീയ വസ്തുക്കൾ പലതും. അതെല്ലാം തസ്യ അഭിഷേക ആരബ്ധോ ബ്രാഹ്മണർ ബ്രഹ്മവാദിഭി, മന്ത്രമറിയുന്ന ബ്രാഹ്മണരാൽ അഭിഷേകം ആരംഭിച്ചു. ആഭിഷേചനികങ്ങളായി അസ്മായി, അവനായിക്കൊണ്ട് ആജഹൃഹു, കൊടുത്തു. സർവതോ ജനാഹ, എല്ലാ ജനങ്ങളും അഭിഷേക സാധനങ്ങളെ കൊണ്ടു കൊടുത്തു. രാജാവാക്കി എന്ത് ചെയ്യണം? അഭിഷേകം ചെയ്യണമല്ലോ. ഇനിയും വേരന്റെ പുത്രൻ തന്നെയാണ്, കൈ കടന്നപ്പോൾ അതിൽ നിന്നും കിട്ടിയതാണ്, ഭഗവാന്റെ അംശമാണ്, അവതാരമാണ്. അതുകൊണ്ട് ആദിദേവനായ ബ്രഹ്മാവ് ദേവന്മാരോടൊപ്പം അവിടെ എത്തിയിട്ട് ആ കയ്യിലും കാലിലുമൊക്കെ ചിഹ്നം കണ്ടു, അടയാളങ്ങൾ കണ്ടു. മറ്റുള്ള രേഖകളോടൊപ്പം ഒരു ചക്രത്തിന്റെ രേഖയും താമരയുടെ ഒരു ചിത്രവും ഒക്കെ കയ്യിലും കാലിലും ഒക്കെ കാണാൻ പറ്റി. പാതയോരരവിന്ദം ചതമ്പൈ മേനേ ഹരേക്കലാം, അതും കൂടി കണ്ടപ്പോൾ ഹരിയുടെ അംശം തന്നെയാണെന്ന് വിചാരിച്ചു. യഫ്യ അപ്രതിഹതം ചക്രം അംശഫ പരമേഷ്ഠ, അപ്രതിഹിതമായ ആ ചക്രം പരമേഷ്ഠിയുടെ അംശം തന്നെയാണ്. അവന് അഭിഷേകത്തിന് വേണ്ട സാധനങ്ങൾ മന്ത്രമറിയുന്ന ബ്രാഹ്മണർ, അഭിഷേക വസ്തുക്കളൊക്കെ എല്ലാ ജനങ്ങളും അവിടേക്ക് എത്തിച്ചു. ബ്രഹ്മ ജഗരു ഗുരുദേവൈ സഹാസത്യ സുരേശ്വരൈ വൈനസ്യ ദക്ഷിണേ ഹസ്തേ ദൃഷ്ട്വാ ചിഹ്നം ഗദാഭൃതാം പാദയോരരവിന്ദം ജാതം വൈമേനേ ഹരേ കലാം യസ്യ അപ്രതിഹതം ചക്രമം ശർവ പരമേഷ്ഠിനാം
തസ്യാഭിഷേക ആരബ്ധോ ബ്രാഹ്മണൈർ ബ്രഹ്മവാദിഭിः ആഭിഷേചനീയാന്യസ്മാ ആജഹ്രുഃ സർവതോ ജനാഃ. ജഗദ്ഗുരുഃ ബ്രഹ്മ ദേവൈः സഹ ആവൃത്യ സുരേശ്വരൈः വൈനസ്യദക്ഷിണേ ഹസ്തേ ഗദാഭൃതഃ ഛിന്നം ദൃഷ്ട്വാ പാദയോः അരവിന്ദം ച തം ഹരേ കലാം മേനെ വൈ യസ്യ അപ്രതിഹതം ചക്രം അംശഃ സഹ പരമേഷ്ഠിനഃ തസ്യ അഭിഷേക ബ്രഹ്മവാദിഭിः ബ്രാഹ്മണൈः ആരബ്ധഃ. ആഭിഷേചനികാനി സർവതോ ജനാഃ അസ്മൈ ആജഹു. ബ്രഹ്മാജഗദ്ഗുരുർദേവൈः സഹ ആസൃത്യ സുരേശ്വരൈൻ വൈനസ്യ ദക്ഷിണേ ഹസ്തേ ദൃഷ്ട്വാ ചിഹ്നം ഗദാഭൃതാം പാദയോരരവിന്ദം ജാതം വൈ മേനെ ഹരേ കലാം യസ്യ പ്രതിഹതം ചക്രമം സഫ്വപരമേഷ്ഠിനാം തസ്യ അഭിഷേകാരബ്ധോ ബ്രാഹ്മണൈർബ്രഹ്മവാദിഭിः ആഭിഷേചനികാന്യസ്മൈ ആജഹ്രുഃ സർവതോ ജനാഃ. ബ്രഹ്മാ ജഗദ്ഗുരുർദേവൈः സഹ ആസൃത്യ സുരേശ്വരൈൻ വൈനസ്യ ദക്ഷിണേ ഹസ്തേ ദൃഷ്ട്വാ ചിഹ്നം ഗദാഭൃതാം പാദയോരരവിന്ദം ജാതം വൈ മേനെ ഹരേ കലാം യസ്യ അപ്രതിഹതം ചക്രമം സഫ്വപരമേഷ്ഠിനാം തസ്യാഭിഷേക ആരബ്ധോ ബ്രാഹ്മണൈർബ്രഹ്മവാദിഭിः ആഭിഷേചനികാന്യസ്മാ ആജഹ്രുഃ സർവതോ ജനാഃ. ബ്രഹ്മാ ജഗദ്ഗുരുർദേവൈः സഹ ആസൃത്യ സുരേശ്വരൈൻ വൈനസ്യ ദക്ഷിണേ ഹസ്തേ ദൃഷ്ട്വാ ചിഹ്നം ഗദാഭൃതാം പാദയോര അരവിന്ദം ജാതം വൈ മേനെ ഹരേ കലാം യസ്യ അപ്രതിഹതം ചക്രമം സഫ്വപരമേഷ്ഠിനാം തസ്യ അഭിഷേക ആരബ്ധോ ബ്രാഹ്മണൈർബ്രഹ്മവാദിഭിः ആഭിഷേചനികാന്യസ്മാ ആജഹ്രുഃ സർവതോ ജനാഃ. വായിക്കുമ്പോൾ അസ്മ എന്ന് വായിച്ചാൽ മതി. അർത്ഥം പറയുമ്പോൾ അസ്മൈ എന്ന് പറയണം. അത്രേ ഉള്ളൂ. വായിക്കുമ്പോൾ അസ്മ എന്ന് വായിച്ചാൽ മതി. ആഭിഷേചനികാനി അസ്മൈ എന്നാണ് ഉച്ചരിക്കുമ്പോൾ. ആഭിഷേചനികാനി അന്യസ്മാ ഒന്നിച്ചു പറയാം. ആഭിഷേചനികാന്യസ്മാ ആജഹ്രുഃ സർവതോ ജനാഃ. ഫരിത് സമുദ്രാഗിരയോ നാഗാവഖഗാമകാം ദ്യൗക്ഷിതി സർവഭൂതാനി സമാജഹൃപായനം. ഫരിത്ത് നദികൾ, സമുദ്രങ്ങൾ, ഗിരികൾ പർവ്വതങ്ങൾ, നാഗങ്ങൾ പർവ്വതങ്ങൾ, ഗാവഹ ഗോക്കൾ, ഖഗങ്ങൾ പക്ഷികൾ, മൃഗാഹ മറ്റ് മൃഗങ്ങൾ, ദ്യൗഹു സ്വർഗം, ക്ഷിതിഹി ഭൂമി, സർവഭൂതാനി ഇവിടെ ഉണ്ടായ സകല ഭൂതജാലങ്ങളും സമാജഹൃഹു കൊണ്ടുവന്നു ഉപായനം കാഴ്ച തരും. രാജാവിന്റെ അഭിഷേകം കഴിയുമ്പോൾ ബന്ധുക്കള്, സുഹൃത്തുക്കള്, സജ്ജനങ്ങൾ, ഋഷിമാർ, വിപ്രന്മാർ എല്ലാവരും കാണാൻ വരും. ഇതുവരെ കാണാത്ത ഒരാളാണെന്നല്ല, അധികാരം സ്വീകരിച്ചിരിക്കുന്ന ആളിനെ കാണാൻ വേണ്ടിയാണ്. അവരെ വെറും കൈയോടെ അല്ല വന്നേ. എല്ലാവരുടെയും കയ്യില് ഉപഹാരങ്ങൾ, കാഴ്ചദ്രവ്യങ്ങൾ, അങ്ങനെയുള്ള കാഴ്ചദ്രവ്യങ്ങളുമായിട്ടാണ് ഇവരെല്ലാം അവിടേക്ക് എത്തിച്ചേർന്നത്. അഭിഷേകം കഴിഞ്ഞാൽ രാജാവിന് കാഴ്ചദ്രവ്യങ്ങളുമായിട്ട് എത്തിച്ചേർന്നവർ മനുഷ്യർ മാത്രമല്ല, നദികൾ, സമുദ്രങ്ങൾ, പർവ്വതങ്ങൾ, അവയുടെ സൂക്ഷ്മരൂപമായ ദേവതകൾ എന്നർത്ഥം. ഇപ്പം പുഴകളും സമുദ്രവും ഒന്നും ഓടിയെത്താൻ പറ്റില്ല. അവയെ പ്രതിനിധീകരിക്കുന്ന ദേവതകളുണ്ട്. സമുദ്രദേവത, നദീദേവത എന്നൊക്കെ പറഞ്ഞ് അവയുടെ സൂക്ഷ്മാംശത്തെ ദേവതയായിട്ട് കൽപ്പിക്കുന്നുണ്ട്. അവരാണ് ഉപായനങ്ങളുമായി അവിടേക്ക് എത്തിയത്.
ഫരിത് സമുദ്രാഗിരയോ നാഗാഗാവഖഗാമഗാം ദൗക്ഷിതി സർവഭൂതാനി സമാജഹൃയുപായനം. ഫരിത് സമുദ്രാഹ ഗിരേഹ നാഗാഹ ഗാവഃ ഖഗാഃ മൃഗാഃ ദ്യൗഃ ക്ഷിതിഃ സർവഭൂതാനി ഉപായനം സമാജഹൃ. ഫരിത് സമുദ്രാഗിരയോ നാഗാഗാവഖഗാമഗാം ദ്യൗഃ ക്ഷിതിഃ സർവഭൂതാനി സമാജഹൃയുപായനം. ഫരിത് സമുദ്രാഗിരയോ നാഗാഗാവഖഗാമഗാം ദൗക്ഷിതി സർവഭൂതാനി സമാജഹൃരുപായനം. സോഭിഷിക്തോ മഹാരാജ സുവാസാഫധ്വരംഗതാം മജ്ഞാർച്ചുഷാലങ്കൃതയാം വിരേജയഗ്നിരിവാപരാം. സ്വഭിഷിക്ത മഹാരാജ, ആ മഹാരാജാവ് അഭിഷിക്തനായി. സുവാസാഹ, നല്ല വസ്ത്രം. സാധു അലങ്കൃത, നന്നായി വേഷഭൂഷണങ്ങൾ അണിഞ്ഞിട്ടുണ്ട്. സുവാസാഹ സാധ്വലങ്കൃതാഹ, സുവാസാഹ നല്ല വസ്ത്രങ്ങൾ, പുതിയ പട്ടുവസ്ത്രങ്ങൾ. അലങ്കാരങ്ങൾ നന്നായി ചെയ്തിട്ടുണ്ട്, ഒന്നും കുറച്ചിട്ടില്ല. പത്നിയ അർച്ചിഷ അലങ്കൃതയ, പത്നിയായ അർച്ചിസിനാൽ അലങ്കരിക്കപ്പെട്ടവനായിട്ട് വിരേജെ ശോഭിച്ചു. അഗ്നിരിവാപര, മറ്റൊരു അഗ്നിയെ പോലെ ശോഭിച്ചു. സാധാരണ 3 അഗ്നികൾ എല്ലാവർക്കും പരിചിതമാണ്. 4ാമത് മറ്റൊരു അഗ്നിയാണോ ഇത് എന്ന് തോന്നിക്കുമാറ് അഗ്നി സദൃശമായി തിളങ്ങി കാഴ്ചയ്ക്ക് മനോഹരമായ ഇമ്പമുള്ള സുന്ദരമായ ആ സ്വരൂപത്തെ, അഭിഷിക്തനായ ആ മഹാരാജാവിനെ നല്ല വസ്ത്രങ്ങളും നല്ല അലങ്കാര പത്നിയായ അർച്ചിഫ്, അലങ്കരിക്കപ്പെട്ടവളായ അവളും മറ്റൊരു അഗ്നിയെപ്പോലെ ആ സഭയിൽ ശോഭിച്ചു. സോഭിഷിക്തോ മഹാരാജ സുവാസാഫധ്വലങ്കൃതാം പത്നി അർച്ചുഷാലങ്കൃതയാ വിരേജഗ്നിരിവാപരാം. അഭിഷിക്തഃ സഹ മഹാരാജഃ സുവാസാഃ സാധു അലങ്കൃതാഃ അലങ്കൃതയാ പത്ന്യാ അർച്ചിഷാ അപരഃ അഗ്നിഃ ഇവ വിരേജെ. സോഭിഷിക്തോ മഹാരാജ സുവാസാഫധ്വലങ്കൃതാം പത്ന്യാ അർച്ചിഷാലങ്കൃതയാ വിരേജഗ്നിരിവാപരാം. സോഭിഷിക്തോ മഹാരാജ സുവാസോഫധ്വലങ്കൃതാം പത്ന്യാ അർച്ചിഷാലങ്കൃതയാ വിരേജഗ്നിരിവാപരാം. തസ്മൈ ജഹാരധനദോ ഹൈമം വീരവരാസനം വരുണ സലിലസ്രാവം ആതപത്രം ശശിപ്രഭം വായുശ്ച ബാലവ്യജനേ പത്മകീർത്തിമയീം സൃജം ഇന്ദ്രക്രീഡമുത്കൃഷ്ടം ദണ്ഡം സംയമനം യമ ബ്രഹ്മമയം വർമ്മ ഭാരതീഹാര ഉത്സവം ഹരി സുദർശനം ചക്രം തത്പത്ന്യാഹതാം ശ്രിയം ദശചന്ദ്രമഫി മിരുദ്ര ശതചന്ദ്രം തഥാംബിക സോമോ അമൃതമയാനശ്വാം ത്വഷ്ടാ രൂപാശ്രയം രഥം. ആരൊക്കെ എന്തൊക്കെ ഉപഹാരങ്ങൾ കൊണ്ടുകൊടുത്തു എന്ന് പറയാൻ പോവാണ്. എന്തൊക്കെ ഉപായനങ്ങൾ, കാഴ്ചദ്രവ്യങ്ങളാണ് ആരൊക്കെ കൊടുത്തത്. തസ്മൈ, അവനായിക്കൊണ്ട്, ആ പൃഥുവിനായിക്കൊണ്ട്, ജഹാര, ജഹാര കൊടുത്തു, സ്വീകരിച്ചു, സമർപ്പിച്ചു. കൊടുത്തു, സമർപ്പിക്കലാണ്. ധനധൻ, ധനധൻ കുബേർ, ധനം ദാനം ചെയ്തവൻ കുബേർ. ഹൈമം, വീരപരാസൻ, സ്വർണനിർമ്മിതമായ. ഹൈമം, ഹേമത്താൽ ഉണ്ടാക്കപ്പെട്ടത്. ഹേമം, സ്വർണം. ഹൈമം, വീരപരാസനം, സ്വർണനിർമ്മിതമായ ഒരു വീരമായ ഉത്കൃഷ്ടമായ ആസനം, ഒരു പീഠം. ആ പൃഥുവിനെ കുബേരൻ കൊടുത്തു. വരുണ സലിലസ്രാവം ആതപത്രം ശശിപ്രഭം. വരുണനാകട്ടെ സലിലസ്രാവം,
വെള്ളം വർഷിച്ചു കൊണ്ടിരിക്കുന്ന ഒഴുകുന്ന ആതപത്രം കുട, ശശിപ്രഭം, ചന്ദ്രനെ പോലെ വെട്ടിത്തിളങ്ങും, വെൺകൊറ്റക്കുട എന്നൊക്കെ പറയാം. ശശിപ്രഭമായ ആതപത്രം അത് വരുണൻ കൊടുത്തു. അതുകൊണ്ട് വെഞ്ചാമരത്തിന്റെയും ആലവട്ടത്തിന്റെയൊക്കെ അറ്റത്ത് ഒരു ചെറിയ തണുപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് തുള്ളിഷ ഈ അമൃതജലങ്ങൾ, അല്ലെങ്കിൽ പൂക്കളിൽ നിന്നെടുക്കുന്ന ആഫവങ്ങളായ പനിനീരുകൾ അതോട് കൂടിയാണ് വീശുന്നത്. അതുകൊണ്ട് സുഗന്ധവും തണുപ്പും അതിന് കിട്ടും എന്ന് വെഞ്ചാമരത്തെക്കുറിച്ചും ആലവട്ടത്തെക്കുറിച്ചും ഒക്കെ പറയാറ്. അതുകൊണ്ടാണ് ഇവിടെ ആതപത്രം കുട വരുണം തന്നെ കൊടുത്തു. അതിന്റെ അഗ്രത്തിലൂടെ വെള്ളം ഒഴുകി വരുന്നതായ ഒരു ആതപത്രം കൊടുത്തു. വായുശ്ചബാലവ്യജനെ, വായു ആകട്ടെ 2 ആലവട്ടങ്ങൾ കൊടുത്തു, വീശിക്കൊണ്ടിരിക്കുന്നു. കാറ്റിന്റെ ദേവനാണുള്ള വായു. ധർമ്മ കീർത്തിമയും സൃജം, ധർമ്മദേവൻ കീർത്തിയുള്ള ഒരു മാല കൊടുത്തു, സൃജം മാല. ഇന്ദ്ര കിരീടം ഉത്കൃഷ്ടം, ഇന്ദ്രൻ ഉത്കൃഷ്ടമായ കിരീടം കൊടുത്തു. ദണ്ഡം സംയമനം യമ, യമൻ ഒരു ദണ്ഡവും കൊടുത്തു, ഒരു വടിയും കൊടുത്തു. സംയമനമായ, അടക്കവും ഒതുക്കവും ഉണ്ടാക്കുന്ന ഒരു ദണ്ഡ് യമൻ കൊടുത്തു. ബ്രഹ്മമയം വർമ്മ, ഭാരതീ ഹാരമുത്തമം, ബ്രഹ്മാവ് ബ്രഹ്മമമായ ഒരു വർമ്മ പടച്ചട്ട, ബ്രഹ്മമയമായ വേദമയമായ ഒരു പടച്ചട്ട ബ്രഹ്മാവ് കൊടുത്തു. ഭാരതീഹാരമുത്തമം, സരസ്വതി ദേവി ഉത്തമമായ ഒരു മാല കൊടുത്തു. ഭാരതീ ദേവി സരസ്വതി, ഉത്തമം ഹാരം, ഉത്കൃഷ്ടമായ ഒരു മാല കൊടുത്തു. ഹരി സുദർശനം ചക്രം, ഹരി തന്നെ കഴിഞ്ഞ സുദർശന ചക്രങ്ങൾ. തത് പത്നി അവ്യാഹതാം ശ്രിയ, അവന്റെ പത്നി അവ്യാഹതമായ ഒരു കുറവുമില്ലാത്ത ശ്രീയോടു കൂടിയതാണ്. യാതൊരു കുറവുമില്ലാത്ത ഐശ്വര്യത്തോടു കൂടിയതാണ്. ഹരി സുദർശനം ചക്രം തത്പത്നി അവ്യാഹതാം ശ്രിയം, ദശചന്ദ്രമഫീം രുദ്ര, രുദ്രൻ ദശചന്ദ്രമഫി എന്ന കീർത്തിയുള്ള പേരുള്ള ചന്ദ്രാകൃതിയിലുള്ള അടയാളത്തോടു കൂടിയ ദശ ചന്ദ്രമഫിയും ദശചന്ദ്രം അഫിം, അഫി എന്ന് വെച്ചാൽ വാളെന്ന്, ദശചന്ദ്രം അഫിം രുദ്രഹ, ചന്ദ്രസമാനമായ 10 വാളുകൾ രുദ്രൻ കൊടുത്തു. ശതചന്ദ്രം തഥാ അംബിക, 100 ചന്ദ്രനെ പോലെ ശോഭിക്കുന്ന ശതചന്ദ്രം എന്നൊരായുധം അംബിക ദേവി കൊടുത്തു. സോമോ അമൃതമയാൻ അശ്വാൻ, സോമൻ അമൃതമയമായ കുതിരകളെ കൊടുത്തു. ത്വഷ്ട രൂപാശ്രയം രഥം, ത്വഷ്ടാവ് വിശ്വകർമാവ് സൗന്ദര്യമുള്ള ഒരു രഥം, രൂപാശ്രയം രഥം ജഹാര സമർപ്പിച്ചു. ഓരോരുത്തരും എന്തൊക്കെ സമർപ്പിച്ചു എന്ന് പറഞ്ഞു. കുബേരൻ
സ്വർണനിർമ്മിതമായ ഒരു പീഠം കൊടുത്തു. വരുണൻ വെൺകൊറ്റക്കുട കൊടുത്തു. വായു വെഞ്ചാമരങ്ങൾ കൊടുത്തു. ധർമ്മദേവൻ കീർത്തിയുള്ള മാല കൊടുത്തു. ഇന്ദ്രൻ ഉത്കൃഷ്ടമായ കിരീടം കൊടുത്തു. യമൻ ദണ്ഡം കൊടുത്തു. ബ്രഹ്മമയമായ ഒരു വർമ്മ ബ്രഹ്മാവ് കൊടുത്തു. ഭാരതി ഉത്തമമായ ഹാരം കൊടുത്തു. സുദർശനം എന്ന ചക്രം ഹരി കൊടുത്തു. തത്പത്നി അവ്യാഹതാം ശ്രീയ, അവ്യാഹതമായ ശ്രീയുള്ള ഒരു തടസ്സവുമില്ലാത്ത ഐശ്വര്യമുള്ള തത്പത്നി, അവന്റെ പത്നി അർച്ചിഫ് എന്ന ഐശ്വര്യത്തിന്റെ ദേവതയാണ്. ദശചന്ദ്രമസി രുദ്രഹ, അത് യജ്ഞത്തിന്റെ പേരാണ്. ദശചന്ദ്രമസി, അത് രുദ്രൻ കൊടുത്തത്. അമൃതമയങ്ങളായ കുതിരകളെ ഫോമൻ കൊടുത്തു. ത്വഷ്ടാവ് നല്ല സൗന്ദര്യമുള്ള രഥവും കൊടുത്തു. ഇങ്ങനെ ഇത്രയും ദേവന്മാർ ഓരോ വസ്തുക്കൾ ഉപഹാരമായി സമർപ്പിച്ചു. തീർന്നില്ല, ഇനിയുണ്ട്. തസ്മൈ ജഹാരധനദോ ഹൈമം വീരവരാസനം വരുണ ഫല്ലസ്രാവം ആതപത്രം ശശിപ്രഭം വായുശ്ച ബാലവ്യജനേ ധർമ്മകൃത്യമയീം സൃജം ഇന്ദ്രകിരീടമുത്കൃഷ്ടം ദണ്ഡം സംയമനം യമാം ബ്രഹ്മവയം വർമ്മ ഭാരതീഹാരമുത്തമം ഹരിസുദർശനം ചക്രം തത്പത്ന്യഭ്യാഹതാം ശ്രിയം ദശചന്ദ്രമസി രുദ്ര ശതചന്ദ്രം തഥംബിക സോമോ അമൃതമയാനശ്വാൻ അഷ്ടാരൂപാശ്രയം രഥം. ധനദോ ഹൈമം വീരവരാസനം വരുണ ശശിപ്രഭം ഫലിലസ്രാവം ആതപത്രം വായു ച ബാലവ്യജനെ ധർമ്മ കീർത്തിമയീം സൃജം ഇന്ദ്ര ഉത്കൃഷ്ടം കിരീടം യമ സംയമനം ദണ്ഡം ബ്രഹ്മമയം വർമ്മ ഭാരതി ഉത്തമം ഹാരം ഹരി സുദർശനം ചക്രം തത്പത്നി അവ്യാഹതാം ശ്രിയം ദശചന്ദ്രമസി രുദ്ര ശതചന്ദ്രം തഥ അംബിക സോമോ അമൃതമയാൻ അശ്വാൻ ത്വഷ്ട രൂപാശ്രയം രഥം തസ്മൈ ജഹാര. അത്രയുള്ള വ്യത്യാസം. തസ്മൈ ജഹാര ഒടിവെന്നാണ്. തസ്മൈ ജഹാര ധനദോ ഹൈമം വീരവരാസനം വരുണ ഫല്ലസ്രാവം ആതപത്രം ശശിപ്രഭം വായുശ്ച ബാലവ്യജനെ ധർമ്മകൃത്യമയീം സൃജം ഇന്ദ്രകിരീടമുത്കൃഷ്ടം ദണ്ഡം സംയമനം യമാ ബ്രഹ്മവയം വർമ്മ ഭാരതീഹാരമുത്തമം ഹരിസുദർശനം ചക്രം തത്പത്ന്യഭ്യാഹതാം ശ്രിയം ദശചന്ദ്രമസി രുദ്ര ശതചന്ദ്ര തഥംബിക സോമോ അമൃതമയാനശ്വം സ്പഷ്ടാരൂപാശ്രയം രഥേ സ്വയം രഥം. അസ്മൈ ജഹാരധനദോ ഹൈമം വീരവരാസനം വരുണ ഫലിലസ്രാവം ആതപത്രം ശശിപ്രഭം വായുശ്ച ബാലവ്യജനേ ധർമ്മ കീർത്തിമയീം സൃജം ഇന്ദ്രകിരീടമുത്കൃഷ്ടം ദണ്ഡം സംയമനം യമാം ബ്രഹ്മമയം വർമ്മ ഭാരതീഹാരമുത്തമം ഹരി സുദർശനം ചക്രം തത്പത്ന്യഭ്യാഹതാം ശ്രിയം ദശചന്ദ്രമസി രുദ്ര ശതചന്ദ്രം തഥാംബിക
സോമോ അമതായ നശ്വന്തുഷ്ട രൂപാശ്രയം രഥം. അഗ്നിരാജഗവം ചാപം സൂര്യോ രശ്മിമയാനിഷ്ടാൻ അയാനിഷൂൻ ഭൂപാതുകേ യോഗമയ്യൗദ്യോः പുഷ്പവലീം അന്വഹം പുഷ്പാവലീം അന്വഹം. നാട്യം സുഗീതം വാദിത്രം അന്തർധാനം ജഖേചരാः ഋഷേശ്ചാശിഷഃ സത്യാ സമുദ്രശംഖമാത്മജം. സിന്ധവ പർവ്വതാ നദ്യോ രഥവീഥം ആത്മനാ സൂതോധമാഗതോഹ വന്ദി തം സ്തോതുമുപതസ്ഥിരേ. പൃഥുവിന്റെ അവതാരത്തിൽ ഒരുപക്ഷെ കൃഷ്ണാവതാരത്തെക്കാൾ ഈ പ്രകൃതിയും ദേവന്മാരും ഋഷിമാരും സജ്ജമായി വന്ന് ഇദ്ദേഹത്തെ കണ്ടു വന്ദിച്ചു ഉപഹാരങ്ങൾ കൊടുത്തു എന്നാണ്. ഉപഹാരങ്ങൾ സ്വീകരിച്ച് സന്തുഷ്ടനായിട്ട് വേണം ഈ ലോകത്ത് വിളയാടുന്ന അധർമ്മത്തെ മുഴുവൻ ഇല്ലായ്മ ചെയ്യാൻ. അതുകൊണ്ട് അഗ്നി ആജഗവം ചാപം, അഗ്നിയാകട്ടെ ആജഗവം, ആടിൻ്റെയോ പശുവിൻ്റെയോ കൊമ്പ് വില്ലാക്കി മാറ്റി. ആജഗവം, അജത്തിൻ്റെയോ ഗോവിൻ്റെയോ. ആജഗവം ചാപം, വില്ല്. അഗ്നി കൊടുത്തു. സൂര്യോ രശ്മിമയാൻ ഇഷൂൻ, സൂര്യൻ രശ്മികളെ പോലെ ശോഭിക്കുന്ന അമ്പുകൾ, ഇഷൂൻ അമ്പുകളെ. ഇഷു അമ്പ്, ഇഷൂൻ അമ്പുകളെ. രശ്മിമയാൻ ഇഷൂൻ, രശ്മികളായ തിളക്കങ്ങളാകുന്ന അമ്പുകൾ. ഭൂപാതുകേ, ഭൂമിദേവി പാതുകങ്ങൾ കൊടുത്തു. കാരണം ദേഹത്തിന് നിരത്തി ചവിട്ടേണ്ടതാണ്. പാതുകെ യോഗമയികളായ, യോഗമയം എന്ന് വെച്ചാൽ ആ പാതുകങ്ങൾക്ക് തന്നെ യോഗശക്തിയുണ്ട്. എവിടേക്ക് പോകണം എന്ന് ആഗ്രഹിച്ചാൽ അവിടേക്ക് അതിവേഗം ഈ കാലിനെ കൊണ്ടുപോകും ഈ ചെരുപ്പ്. അങ്ങനെയുള്ള യോഗ്യതയുള്ള മനോഹരമായ പാതുകങ്ങൾ. ഇത് ഭൂമി കൊടുത്തു. കാരണം ഭൂമിയിൽ കൂടെയാണല്ലോ നടക്കാറുള്ളത്. ദ്യൗഹു പുഷ്പാവലിയും അന്വഹം, സ്വർഗം പുഷ്പക്കൂട്ടങ്ങളെ കൊടുത്തു. അന്വഹം എല്ലായ്പ്പോഴും. നാട്യം സുഗീതം വാദിത്രം അന്തർധാനം ഖേസരാഹ, ഖേസരന്മാർ ആകാശത്തിൽ സഞ്ചരിക്കുന്ന ഗന്ധർവന്മാരെ നാട്യവും സുഗീതവും വാദിത്രം വാദ്യവിശേഷങ്ങൾ അന്തർധാന ആദികളായ വിദ്യകളാണ്. അതും ഖേസരന്മാർ കൊടുത്തു. ഋഷേശ്ച ആശിഷ സത്യാഹ, ഋഷിമാർ സത്യമായ ആശംസകൾ നേർന്നു. സമുദ്ര ശംഖം ആത്മജം, സമുദ്രം തന്റെ പുത്രനായ ശംഖിനെ കൊടുത്തു. സിന്ധവ പർവ്വത നദ്യോ രഥവീഥർ ആത്മനം, സിന്ധുക്കൾ സമുദ്രങ്ങൾ, പർവ്വതാഹ പർവ്വതങ്ങൾ, നദ്യോ നദികൾ, രഥവീഥി മഹാത്മന മഹാത്മാവിന് രഥവീഥികൾ ഉണ്ടാക്കി കൊടുത്തു. നിന്ന് യുദ്ധം ചെയ്യാൻ പാകത്തിനുള്ള രഥം ഉണ്ടാക്കി കൊടുത്തു. സൂതോധമാഗതോ, അഗധദേശക്കാരനായ സൂതൻ എത്തിയിട്ട് വന്ദി സ്തുതിപാഠകനായ അദ്ദേഹം തം സ്തോതും ഉപതസ്ഥിതി, അവനെ സ്തുതിക്കാൻ ആരംഭിച്ചു, ഉപതസ്ഥിതി ആരംഭിച്ചു. അഗ്നിരാജഗവം ജാപം സൂര്യോ രശ്മിമയാനിഷൂൻ ഭൂപാതുകേ യോഗമയ്യൗ ദ്യൗഹു പുഷ്പാവലിമന്വഹം. നാട്യം സുഗീതം വാദിത്രം അന്തർധാനം ജഖേചരാ ഋഷേശ്ചാശിഷ സത്യാ സമുദ്ര ശംഖമാത്മജം. സിന്ധവ പർവ്വതോ നദ്യാരഥവീഥൻ മഹാത്മന സൂതോധമാഗതോ വന്ദേ തം സ്തോതും തതസ്ഥിരേ.
അഗ്നിഃ ആജഗവം ചാപം സൂര്യഃ രശ്മിമയാൻ ഇഷൂൻ ഭൂഃ യോഗമയ്യൗ പാദുകേ ദ്യൗഃ അന്വഹം പുഷ്പാവലി ഖേചരാः നാട്യം ഗീതം വാദിത്രം അന്തർധാനം ച ഋഷയശ്ച ആശിഷഫത്യാः സമുദ്ര ആത്മജം ശംഖം സിന്ധവ പർവ്വതാ നദ്യോ മഹാത്മനഃ രഥവീഥി വന്ദി തം മാഗധഃ അഥ ഭൂതഃ തം സ്തോതും ഉപതസ്ഥിരി അവനെ സ്തുതിക്കാൻ ആരംഭിച്ചു. അഗ്നിരാജഗവം ജാപം സൂര്യോ രശ്മ്യമയാനിഷൂൻ ഭൂപാതുകേ യോഗമയ്യൗ ദ്യൗഃ പുഷ്പാവലിമന്വഹം നാട്യം സുഗീതം വാദിത്രം അന്തർധാനം രഖേചരാം ഋഷയശ്ച ആശിഷഫത്യാ സമുദ്രശംഖം ആത്മജം സിന്ധവ പർവ്വതാ നദ്യോ രഥവീഥർമഹാത്മന സോദോഥമാഗതോ വന്ദി തം സ്തോതും വതസ്ഥിരേ. അഗ്നിരാജഗവം ചാപം സൂര്യോ രശ്മിമയാനിഷൂൻ ഭൂപാതുകേ യോഗമയ്യോ ദ്യൗഃ പുഷ്പാവലിമന്വഹം നാട്യം സുഗീതം വാദിത്രം അന്തർധാനം രഖേചരാ ഋഷയശ്ച ആശിഷഫത്യാ സമുദ്രശംഖമാത്മജം സിന്ധവ പർവ്വതാ നദ്യോ രഥവീഥർമഹാത്മന സോദോഥമാഗതോ വന്ദി തം സ്തോതും വതസ്ഥിരേ. നമ്മുടെ സമയം ഏതാണ്ട് അതിക്രമിച്ചിരിക്കുകയാണ്. ഈ അധ്യായം എന്തായാലും തീരില്ല. ഇപ്പോൾ നമുക്ക് തൽക്കാലം ഇവിടെ ഉപസംഹരിക്കാം. ബാക്കി ഭാഗങ്ങൾ നമുക്ക് നാളെ എടുക്കാം. ഉപസംഹരിച്ചതിന് ശേഷം ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി.